ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും പവർ ഗ്രിഡുകൾക്കും നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ടു പോകുന്നതിനാലാണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തെ ഇറാൻ സംശയത്തോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമില്ലെന്ന് ഇറാൻ അധികൃതർ സൂചിപ്പിച്ചു. പശ്ചിമേഷ്യയിലേക്ക് 10,000-ൽ അധികം സൈനികരെ കൂടി അയക്കുന്ന കാര്യം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 50,000 US സൈനികർ ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ആർമിയുടെ 82-ാം എയർബോൺ ഡിവിഷൻ, മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റുകൾ എന്നിവരെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും US പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഒരു കരയുദ്ധത്തെ നേരിടാൻ 10 ലക്ഷത്തിലധികം സൈനികരെ അണിനിർത്താൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ സൈനിക ശക്തിയെ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വിശ്വസ്തരായ സൈനിക വിഭാഗമാണിത്. ഏകദേശം 1,90,000 സജീവ സൈനികർ ഇതിലുണ്ട്. ഇവർക്ക് സ്വന്തമായി കര, വ്യോമ, നാവിക സേനകളും മിസൈൽ യൂണിറ്റുകളും ഉണ്ട്. രണ്ടാമത്തേത് ബസീജ് സന്നദ്ധ സേന. യുദ്ധസമയത്ത് ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് ഇത്. സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഈ സന്നദ്ധ സേനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളെ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും. മൂന്നാമത്തേത് ആർട്ടേഷ്. ഔദ്യോഗികമായിട്ടുള്ള ഒരു സൈന്യമാണിത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന ഔദ്യോഗിക സൈന്യമാണിത്. ഇതിൽ ഏകദേശം 3,50,000 സജീവ സൈനികരുണ്ട്. മറ്റുള്ളത് എന്ന് പറയുന്നത് പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. ഇറാനിലെ സൈനികർക്ക് പുറമെ ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ ഗ്രൂപ്പുകൾ എന്നിവരും ഇറാനു വേണ്ടി യുദ്ധരംഗത്തുണ്ടാകും. ഇവരുടെ എണ്ണം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇറാൻ അനുകൂല സൈന്യത്തിന്റെ എണ്ണം വളരെ വലുതാണ്.